إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وإذا أذقنا الناس رحمة من بعد ضراء مستهم إذا لهم مكر في آياتنا قل الله أسرع مكرا إن رسلنا يكتبون ما تمكرون. മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വസിയ്യത്ത് ജീവിതത്തിലുടനീളം പുലർത്തി ഒരു മുത്തഖിയും മുഹ്സിനും മുഅ്മിനുമായി മരണപ്പെട്ടു പോവാനുള്ള തൗഫീഖ് തന്ന് നമ്മെ ഓരോരുത്തരെയും അല്ലാഹു തുണക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക ചരിത്രത്തിൽ അനേകം സംഭവങ്ങൾക്ക് സാക്ഷിയായ മാസമാണ് ഷഹ്റുല്ലാഹിൽ മുഹറം. ഈ മാസം കലീമുല്ലാ മൂസ അലൈഹിസ്സലാമയുടെ ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്കറിയാമല്ലോ. അമ്പിയാക്കളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലെ അവരെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു സംഭവവുമായി നോമ്പെടുക്കാൻ പറഞ്ഞതിൻ്റെ ഉദാഹരണം ഈ സംഭവം മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ ഞാൻ ആദ്യം ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് ഈ ചരിത്രത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട് എന്ന് ഒറ്റ വാക്കിൽ ഓർമ്മപ്പെടുത്താനാണ്. 25 സൂറകളിലായി 350 പരം ആയത്തുകളിലൂടെ മൂസാ അലൈഹിസ്സലാമയുടെയും ബനൂ ഇസ്രായേലിന്റെയും ഒക്കെ സംഭവങ്ങൾ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. 136 സ്ഥലങ്ങളിൽ
136 പ്രാവശ്യം മൂസ അലൈഹിസ്സലാമയുടെ പേരെടുത്ത് ഖുർആൻ സൂചിപ്പിക്കുന്നുമുണ്ട്. പറഞ്ഞത് മൂസ അലൈഹിസ്സലാമയുടെ ഓർമ്മകള്, അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളെ പറ്റിയിട്ടുള്ള അന്വേഷണങ്ങൾ മുസ്ലിമീങ്ങൾ എന്ന നിലയിൽ അത്രമേൽ പ്രാധാന്യമുള്ളതാണ്. വിശുദ്ധ ഖുർആനില് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ കൂടുതലും അള്ളാഹുവിന്റെ അസാധാരണമായ ഔദാര്യങ്ങളും കൂടുതൽ കിട്ടിയ ജനവിഭാഗമാണ് ഇസ്രായേല്യര്. നമുക്കൊക്കെ പറഞ്ഞാൽ അറിയും ഇസ്രായേൽ എന്ന് പറയുന്ന ആൾ ആരാണ്, ആർക്കാണ് ബനു ഇസ്രായേൽ, ഇസ്രായേല്യർ എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, യാക്കൂബ് നബി അലൈഹിസ്സലാമക്ക് 2 പേരുണ്ടെന്നറിയാലോ. ഒന്ന് ഇസ്രായേൽ എന്നാണ്. ആ പദത്തിന്റെ അർത്ഥം തന്നെ വ്യക്തമാക്കുന്നത് ഇസ്ർ എന്ന് പറഞ്ഞാൽ അബ്ദ്, അടിമ എന്നാണ്. പിന്നെ അതിന്റെ ബാക്കി വരുന്ന ഭാഗം ഈൽ എന്ന് പറഞ്ഞാൽ ഇലാഹ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അബ്ദുള്ള എന്ന അർത്ഥത്തിൽ വരുന്നൊരു പദമാണത്. ഇദ്ദേഹത്തിന്റെ 12 മക്കളുടെ പരമ്പരക്കാണ് പിന്നീട് എന്തു പറയുക, ഇസ്രായേല്യർ എന്ന് പറയുക. വിശുദ്ധ ഖുർആൻ അവരെ സംബോധനം ചെയ്യുന്ന ശൈലി തന്നെ മനോഹരമാണ്. യാ ബനി ഇസ്രായേൽ ഉദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫളൽതുക്കും അലൽ ആലമീൻ. ഇസ്രായേലിന്റെ മക്കളെ, നിങ്ങളെ ഞാൻ ഒരുപടി അനുഗ്രഹങ്ങൾ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്. മാലോകരേക്കാൾ നിങ്ങളെ ഞാൻ ഔദാര്യം കൊണ്ട്, മഹത്വം കൊണ്ട് പ്രത്യേകമാക്കിയിട്ടുണ്ട്. ഒറ്റവാക്കില് ഇസ്രായേല്യർക്ക് കിട്ടിയതുപോലെ മറ്റൊരു ജനവിഭാഗത്തിനും അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടില്ല. അള്ളാഹ് വേറെ ആർക്കും കൊടുത്തിട്ടില്ല. ഓക്കെ, അമ്പിയാക്കന്മാരെ ഏറ്റവും കൂടുതൽ നിയോഗിച്ചിട്ടുള്ളത് ഈ വംശത്തിലാണ്. സമ്പൽ സമൃദ്ധമായ രാജ്യം അല്ലാഹു ഈ ലോകത്ത് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ കൊടുത്തത് അവർക്കാണ്. വെള്ളം, ഭക്ഷണം, അധികാരം, എല്ലാ സുഖ സൗകര്യങ്ങളും ഈജിപ്റ്റ്, നൈല്, യൂപ്രട്ടീസ്, ടൈഗ്രീസ്, പശ്ചിമേഷ്യയിലെ സമൃദ്ധി നിറഞ്ഞ നാട് എല്ലാം അള്ളാഹു അവർക്ക് കൊടുത്തു. ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ വാക്ക് എണ്ണിയതൊക്കെ ആയത്തിന്റെ അർത്ഥമാണ്. സൂറത്ത് ബഖറയുടെ തുടക്കത്തിൽ ഇത് അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ആയത്തുകൾ ഈ പറഞ്ഞ ആശയങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സൂറകളുടെ പേരെണ്ണിയത്. പിന്നെ ലോകത്ത് ഈ ജനവിഭാഗത്തെ അള്ളാഹു സഹായിച്ചത് എങ്ങനെ അറിയാം? അവരുടെ കഠിനമായ ശത്രുവുണ്ട്. ആ ശത്രുവിനെ കണ്ണിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. ഈ കഥ ഇങ്ങനെ ഓർക്കുക. പക്ഷേ ഈ ജനവിഭാഗത്തെ ശിക്ഷിച്ചതുപോലെ അള്ളാഹു മറ്റൊരു സമൂഹത്തെ ശിക്ഷിച്ചിട്ടില്ല, തകർത്തിട്ടുമില്ല. സഹോദരങ്ങളെ, ഇതിന്റെ കാരണമാണ് നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ അന്വേഷിക്കേണ്ടത്. നീട്ടി പറയല്ല, മൂസ അലൈഹിസ്സലാമയുടെ കാലത്തെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ സമകാലീന ലോകത്തിന്റെ നേർക്കാഴ്ചയായിട്ടാണ് അത് കാണുക. അങ്ങനെയാണ് ആ ചരിത്രം വരിക. അതുകൊണ്ടായിരിക്കും മൂസ അലൈഹിസ്സലാമയുടെ ഈ ഖൗമിന്റെ അനുഭവങ്ങൾ ഇത്രയും വിശദമായി പറഞ്ഞു തരാനുള്ള കാരണം. ഫറവോന്റെ ഒരു ചോദ്യമുണ്ട്. വഖാല ഫിർഔൻ, നിങ്ങൾ സൂറത്ത് ഖസസ് ഒന്ന് എടുത്തുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് വായിച്ചു നോക്കുക. ഈ കഥ എങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ വളരെ ഒരു ചിത്രത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതിലെ 38-ാമത്തെ ആയത്ത് പറയുന്നുണ്ട്, വഖാല ഫിർഔൻ, മൂസ അലൈഹിസ്സലാം ഇവരുടെ അടുക്കൽ വന്ന് പ്രബോധനം തുടങ്ങിയപ്പോ തന്റെ വരേണ്യരെ വിളിച്ചുകൊണ്ട് ഫറവോൻ ചോദിക്കുകയാണ്, യാ അയ്യുഹൽ മല മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹുണ്ട്, ദൈവമുണ്ട് എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് വല്ല വിവരമുണ്ടോ? ഇവരെ നിർത്തിക്കൊണ്ടാണ് ചോദിക്കുന്നത്. ഫഔഖിദ് ലി യാ ഹമാൻ അലത്തീൻ ഫജ്അൽ ലി സുർഅൻ ലഅല്ലി അത്ലിഉ ഇലാ ഇലാഹി മൂസ വഇന്നി ലഅളുന്നുഹു മിനൽ കാദിബീൻ. ഹമാൻ ഇവരുടെ പ്രധാന മന്ത്രിയുടെ സ്ഥാനത്തുള്ള ആളാ. ഹമാനെ വിളിച്ചുകൊണ്ട് പറയാണ്, ഹമാൻ, ഈ ഒരു കാര്യം ചെയ്യ്, ഒരു വലിയ എടുപ്പുണ്ടാക്ക്, ഒരു ബിൽഡിംഗ് ഉണ്ടാക്ക്, ഞാൻ അതിന്റെ മുകളിൽ കയറിയിട്ട്
ഈ പ്രവിശാലമായ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും മൂസ പറയുന്ന റബ്ബുണ്ടോ, പടച്ചവനുണ്ടോ എന്നൊന്ന് ഞാനൊന്ന് വിലയിരുത്തട്ടെ എന്ന് പരിഹാസരൂപേണ അവിടുന്ന് മൂസ അലൈഹിസ്സലാമയെ എങ്ങനെ ഒന്ന് പരിഹസിക്കുകയാണ്, കുത്തി നോവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആയത്തുകളുടെ മുഴുവൻ അർത്ഥം ഞാൻ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറഞ്ഞുതരാം. ഞാനാണ് ദൈവം എന്ന് വാദിക്കുന്നവർ അന്ന് ഒരാളെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കുന്നു, ഒരാളല്ല, ഇന്ന് പടച്ചോന്മാരുടെ ലോകത്താണ് നമ്മൾ ശരിക്കും ജീവിക്കണമെന്ന് പറയാം. അന്ന് ഒരാൾക്കാണെങ്കിൽ ഇന്ന് ദൈവവാദികളായിട്ടുള്ള ആളുകൾ എത്രയെത്രയോ എണ്ണം. നാട്ടിൽ അങ്ങനത്തെ എല്ലാ ദൈവങ്ങളെയും നിങ്ങൾ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്ന് വെക്കുക. അന്നുണ്ടായിരുന്ന മറ്റൊരു ദുഷിച്ച പ്രവണത എന്ന് പറഞ്ഞാൽ മണിമേടകൾ ഉണ്ടാക്കുക, മനോഹരമായ സൗധങ്ങൾ ഉണ്ടാക്കി അഹങ്കാരം കാണിക്കുക. അന്നത്തെ ആളുകളുടെ മഹത്വത്തിന്റെ അടയാളം എന്നത് വലിയ വലിയ സൗധങ്ങളായിരുന്നു. നേരെ ഒന്നിങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് വന്നു നോക്കിയേ. നമ്മൾ ഇന്ന് ആളുകളെ അളക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? അതേ ചിത്രം ഞാൻ പറയേണ്ടയില്ല, നിങ്ങൾ ചേർത്ത് വായിച്ചാൽ മതി. അതോടൊപ്പം തന്നെ ധിക്കാരം, ഗർവ്, പരിഹാസം, തന്റെ സ്ഥാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം നെറുകേട് കാണിക്കുവോ, എന്തെല്ലാം വൃത്തികേട് കാണിക്കാൻ കഴിയോ അതൊക്കെ അന്ന് കാണിച്ചിരുന്നു. ഇന്നും ഏറെക്കുറെ എന്നല്ല, അതിനെ ചേർത്തി ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഞാൻ ഈ പറഞ്ഞതെല്ലാം ആയത്തിന്റെ അർത്ഥങ്ങളാണ്. സഹോദരങ്ങളെ, ഒറ്റവാക്കിൽ ഫിർഔനും വംശവും അവസാനിച്ചു. പക്ഷേ ഫറവോനിസം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ ഫറവോനിസം, ഫിർഔനിസം ഇവിടെ നിലനിൽക്കും. അന്നുണ്ടായിരുന്ന ദുർഗുണങ്ങൾ എന്തൊക്കെയാണോ അതിവിടെ പുനർജനിക്കും. അഹങ്കാരം ഉണ്ടാവും, പരിഹാസമുണ്ട്, വംശീയതയുണ്ട്, കൊലപാതകങ്ങളുണ്ട്, ചൂഷണങ്ങളുണ്ട്, പൊങ്ങച്ചങ്ങളുണ്ട്. അല്ലേ? ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂരനായ ഒരു ഭരണാധികാരിയായിട്ടാണ് ഫിർഔനെ ഖുർആൻ പഠിപ്പിച്ചേരുന്നത്. ഇങ്ങനെ ആ വാക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ആളുകളെ ഏറ്റവും കൂടുതൽ കൊല്ലുന്ന മനുഷ്യനായിരുന്നു ഇയാൾ എന്നാണ്. നിങ്ങൾ ചരിത്രം വായിച്ചു നോക്കണേ. മാത്രമല്ല, എല്ലാം ഈ പറഞ്ഞതൊക്കെ ഒന്നുകൂടി ചിന്തിക്കുക. അധികാരത്തിന്റെ മസ്തു ബാധിച്ച ഭരണാധികാരികൾ പരസ്പരം പകയുണ്ടാക്കി, ഭയപ്പെടുത്തി, ക്രൂരതകൾ കാണിച്ച് മക്കളെ കൊന്ന് കൊലവിളി നടത്തുന്ന ഒരു ഗ്ലോബൽ വില്ലേജായി അറിയപ്പെടുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിന്റെയൊക്കെ വിശ്വഗുരു ഫിർഔനാണ്. എന്നിട്ട് പറഞ്ഞു തന്നു, അതിന്റെ മുമ്പുണ്ട് കേട്ടോ ആൾക്കാര്. പക്ഷെ ഇതിങ്ങനെ കുറെ ആൾക്കാരെ പറഞ്ഞു തരുന്നോട് ഈ വൃത്തികേടുകൾ ഇവിടെ പുനർജനിക്കും. വിശ്വാസികൾ അറിയേണ്ടത്, ഓരോ വർഷവും അതിന്റെ തുടക്കത്തിൽ മൂസ അലൈഹിസ്സലാമയുടെ ദൗത്യം ഏറ്റെടുക്കാൻ മുഅ്മിനുകളെ നമ്മൾ സന്നദ്ധമാണോ എന്ന ചോദ്യമാണ് മുഹറം ആദ്യമായി നമ്മളോട് ചോദിക്കുന്നത്. അതുകൊണ്ട് എന്തിനിത്ര ചരിത്ര സംഭവങ്ങൾ? നേരെ വായിക്കണം. എന്തിനിത്ര ചരിത്ര സംഭവങ്ങൾ? ഒറ്റ കാര്യം, അള്ളാഹുവിന്റെ നടപടിക്രമം നിലനിൽക്കാൻ അർഹതയുള്ളതിനെ മാത്രമേ അള്ളാഹു നിലനിർത്തുകയുള്ളൂ. അനുഗ്രഹങ്ങൾ കിട്ടി എന്നത് ഒരു വിഭാഗം, ഒരു വ്യക്തി, ഒരു കുടുംബം നിലനിൽക്കാനുള്ള യോഗ്യതയല്ല. എങ്ങനെ? അനുഗ്രഹങ്ങൾ കിട്ടി എന്നത് നമ്മൾ നിലനിൽക്കാനുള്ള യോഗ്യതയല്ല, മറിച്ച് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വിധേയമായെങ്കിൽ മാത്രമാണ് അള്ളാഹു നമ്മളെ നിലനിർത്തുകയുള്ളൂ. നന്ദികേട് ഏതൊരു ഖൗമിൽ നിന്ന് വന്നാലും അള്ളാഹുവിന്റെ നികൃഷ്ടതകൾക്ക് അവർ വിധേയരാവും. അതാണ് ചരിത്രത്തിന്റെ പശ്ചാത്തലം. ഒന്നുകൂടി വായിക്കണം. അനുഗ്രഹങ്ങൾ കിട്ടി എന്നത് നിലനിൽക്കാനുള്ള യോഗ്യതയല്ല. നന്ദികേട് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അള്ളാഹുവിന്റെ നികൃഷ്ടതക്ക്, അവന്റെ ശിക്ഷക്ക് നമ്മൾ വിധേയരാവും. ലയിൻ ശക്കർത്തും ലഅസീദന്നകും വലയിൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. അർത്ഥം ഞാൻ പറയേണ്ടതില്ലല്ലോ. ശുക്ർ, കുഫർ. അതുകൊണ്ട് ശുക്ർ ഉണ്ടാകാൻ, കുഫർ വന്നാ അള്ളാന്റെ ശിക്ഷ താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ശുക്ർ വരാൻ, നന്ദി ഉണ്ടാവാൻ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടുന്ന 1-2 കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ നസീഹത്തിൽ പറയാൻ സമയം ഉണ്ടാവുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്റെ കൂടെ 1 മിനിറ്റ് വരെ. മൂസ അലൈഹിസ്സലാം തന്റെ യൗവന കാലത്ത് ഈ ജന്മനാട്ടിൽ നിന്ന് വിട്ടു പോയ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, കഥ പിന്നീട് പറഞ്ഞുതരാം. ഒരു 10 വർഷക്കാലം തൊട്ടടുത്ത മദിയൻ എന്ന സ്ഥലത്ത് താമസിച്ച്
മക്കളായി, കുടുംബമായി. അങ്ങനെ ഈ കുടുംബത്തോടൊപ്പം ജന്മനാട്ടിലേക്ക് തിരിച്ചു വരുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് നുബുവത്ത് കിട്ടുന്നത്. ആ നുബുവത്ത് കിട്ടുന്ന ഭംഗിയായ വിശദീകരണം സൂറത്ത് ത്വാഹയിൽ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ അള്ള പറഞ്ഞ്, പിന്നെ ചെരുപ്പ് അഴിച്ചു നിൽക്ക്, ഇത് വിശുദ്ധമായ താഴ്വരയിലാണ് നീ നിൽക്കുന്നത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് അള്ളാഹുവായിട്ട് മൂസാ അലൈഹിസ്സലാം അങ്ങനെ വർത്തമാനം പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഉടനെ പറഞ്ഞു, ഇത് ഹബ് അൻത വഅഖൂക ബിആയാതി വലാ തനിയ ഫീ ദിക്രി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസാ അലൈഹിസ്സലാമയോട് പറഞ്ഞു, നിങ്ങൾ രണ്ടാളും ഈ ആയത്ത് സഹോദരനോടൊപ്പം കൂട്ടിയിട്ട് എന്ത് ചെയ്യണം, ഫറവോന്റെ അടുക്കലേക്ക് പോകണം, അവൻ അതിര് കവിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ മൂസാ അലൈഹിസ്സലാം അള്ളാഹുവോട് പറഞ്ഞറിയോ, ഖാല റബ്ബനാ ഇന്നനാ നഖാഫു അൻ യഫുറുത അലൈനാ ഔ അൻ യത്ആ. പടച്ചോനെ, എനിക്ക് പേടിയുണ്ട് റബ്ബേ, എനിക്ക് പേടിയുണ്ട്. എന്താ പേടി? കൊല്ലാൻ വേണ്ടി വിധിക്കപ്പെട്ട് നിൽക്കുന്ന ഭാഗത്തു നിന്നാണ് ഞാൻ ആക്രമിയുടെ അടുക്കൽ നിന്ന് ഓടിപ്പോരുന്നത്. അവൻ എന്നോട് അതിര് കവിഞ്ഞ് പെരുമാറുമോ എന്നാണ് എന്റെ പേടി എന്ന് പറഞ്ഞു. അതിന് അള്ളാഹ് എന്താ മറുപടി കൊടുത്തെന്നറിയാമോ? ആ മറുപടി മായാത്ത മഷി കൊണ്ട് എഴുതി വെക്കണം. നമ്മള് ഇന്ന് മുഹറത്തിൽ 1-ാമത്തെ വെള്ളിയാഴ്ച അല്ലെങ്കിൽ 2-ാമത്തെ വെള്ളിയാഴ്ച ഏതായാലും നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ എഴുതേണ്ടത് ഈ വാക്കാ. സൂറത്ത് ത്വാഹയിലെ 45-ാമത്തെ വചനം, ഖാല ലാ തഖാഫാ, നിങ്ങൾ രണ്ടാളും പേടിക്കല്ലേ, ഇന്നനീ മഅകുമാ അസ്മഉ വ അറാ, എല്ലാം കണ്ടും എല്ലാം കേട്ടും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മളോടാ ഈ പറയുന്നത്, നിങ്ങൾ ധൈര്യമായി ഈ ആദർശമനുസരിച്ച് ജീവിച്ചോളുക, എല്ലാം കണ്ടും കേട്ടും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ആ വാക്കുണ്ടല്ലോ, അതാണ് കൊല്ലത്തിന്റെ തുടക്കത്തിൽ നമുക്ക് കിട്ടേണ്ടത്. ഇതാണ് നമ്മുടെ കരുത്ത്. ആ കരുത്തിനെയാണ് നമ്മൾ വിശ്വാസ സംസ്കരണം എന്ന് പറയുക, വിശ്വാസ വിശുദ്ധി എന്ന് പറയുക. ഇതില്ലാതെ വേറെ ഏതെങ്കിലും ഇങ്ങനെ പ്രസംഗത്തിനല്ല പറയുക. ഇത് എഴുതേണ്ടത് പുറത്തല്ല, ഇത് എഴുതേണ്ടത് എവിടെയാണ്? ഹൃദയാന്തരളത്തിലാണ്, അവിടെ അടിത്തട്ടിലാണ് എഴുതി വെക്കണം. എന്റെ റബ്ബിന്റെ കൂടെ ഉണ്ട്. എങ്ങനെ? വെറുതെ അല്ല, എല്ലാം കണ്ടും എല്ലാം കേട്ടും. ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരട്ടെ സഹോദരങ്ങളെ. മൂസാ അലൈഹിസ്സലാമയുടെ കുടുംബം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ ആദ്യാവസാനം നിങ്ങളൊന്നിങ്ങനെ പരിശോധിച്ച് നോക്കിയേ. ഒരു ശരിക്ക് ഒരു ചിത്രം ഇങ്ങനെ നമ്മളിങ്ങനെ കാണുകയാണ്. ആ കാണുന്ന എവിടെ മുതലറിയോ? അവരുടെ ഉമ്മ, ആ ഉമ്മയോട് അള്ളാഹു നൽകിയ ആ ഇൽഹാമ്, അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ച തോന്നലുകൾ മുതൽ, ആ നിർദ്ദേശം മുതൽ ഈ ചിത്രം ഇങ്ങനെ തെളിഞ്ഞു കാണാം. അന്നത്തെ കാലത്ത് ഫറവോന്റെ ചിന്ത, അയാൾ കണ്ട ഒരു സ്വപ്നമാണെന്ന് പറയുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ വാക്ക് അതിങ്ങനെ കൈമാറി വന്ന് യൂസഫ് അലൈഹിസ്സലാമയിലൂടെ പുറത്തായ ഒരു വാക്കായി ചിത്രീകരിക്കപ്പെടുന്നുണ്ട്, പറയപ്പെടുന്നുണ്ട്. ഏതായാലും ഇസ്രായേല്യരിൽ ഒരു കുട്ടി ഇവരുടെ ആധിപത്യത്തിനെതിരെ വരാൻ സാധ്യതയുണ്ട് എന്നാണ് അതിന്റെ രത്നച്ചുരുക്കം. അതുകൊണ്ടാണ് ഇസ്രായേല്യരിൽ ജനിക്കുന്ന എല്ലാ ആൺമക്കളെയും കൊല്ലുക. ഇതൊന്നും തല്ലിയും തുടങ്ങിയല്ല. നിങ്ങൾ നോക്കി, ഈ വംശനാശം വരുത്തുന്നതിന് വേണ്ടി, ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി മക്കളെ തെരഞ്ഞു പിടിച്ചു കൊല്ലുന്നതിൽ യാതൊരു ദാക്ഷിണ്യമില്ലാത്ത ചില ക്രൂരന്മാരായ മനുഷ്യന്മാരെന്ന് പറയാൻ പറ്റൂല, ചില ക്രൂര ഹൃദയങ്ങളുള്ള ആളുകളെ ഇന്നും നമുക്ക് നമ്മുടെ സമകാലീന ലോകത്ത് നിന്ന് വായിച്ചൂടെ? ഫിർഔൻ അങ്ങനെ മക്കളെ കൊല്ലുന്ന കാലത്താണ് ഇവരുടെ ഉമ്മ എന്ത് ചെയ്യുന്നത്? അവർ ഗർഭവതിയായി പ്രസവിച്ചു നോക്കിയ സമയത്ത് ആൺകുട്ടിയാണ്. ഈ കുട്ടിയെ എന്ത് ചെയ്യണം? അവിടെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി കൊടുക്കണം, സ്വന്തം കൈകൊണ്ട് ഏൽപ്പിക്കണം, കൊല്ലാനാ. അള്ളാഹ് എന്താ വഹി കൊടുക്കണമെന്നറിയോ? വഔഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർളിഇ ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യമ്മി വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ ലറാദ്ദൂഹു ഇലൈകി വജഅലൂഹു മിനൽ മുർസലീൻ. സൂറത്ത് ഖസസിലെ 7-ാമത്തെ ആയത്താണ്. നിങ്ങൾ ഖസസ് മുഴുവനൊന്ന് വായിക്കണം. മൂസാ അലൈഹിസ്സലാമയുടെ ഉമ്മയോട് നമ്മൾ വഹി കൊടുക്കുന്നു, നീ ആ കുഞ്ഞിനെ എന്ത് ചെയ്യുക? പാലൂട്ടുക. പിന്നെ പാലൂട്ടാൻ പേടി തോന്നുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഒരു പേടകത്തിലാക്കിയിട്ട് ആ കാണുന്ന നദിയിൽ ഒഴുക്കിക്കൊള്ളുക. നീ പേടിക്കരുത്. വലാ തഖാഫി വലാ തഹ്സനി,
ഇന്നാലറാദൂഹു ഇലൈക്കി, അതാണ് വാക്ക്, ഞാൻ അവനെ നിനക്ക് തിരിച്ചു തരാം. അവനെ മുർസലീങ്ങളിലാക്കുന്നുണ്ട്. അള്ളങ്ങനെ പറയാ. എല്ലാ ആയത്തും ഓതാൻ സമയമില്ല. ഒരു മാതാവിന്റെ കൈവിറക്കുന്ന ഞെട്ടിപ്പോകുന്ന സന്ദർഭമല്ലേ സഹോദരങ്ങളെ? ഒരു പെട്ടിയിലാക്കിയിട്ട് കുട്ടീനെ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് ഒഴുക്കുക. പക്ഷെ ആ ഉമ്മയുടെ കൽബ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അള്ളാന്റെ വാക്കിലുള്ള അവന്റെ സഹായത്തിലുള്ള ഉറപ്പാണ്, ഞാൻ തിരിച്ചു തരാം. ആ ഉമ്മയുടെ കൽബ് അനുഭവിച്ച സാന്ത്വനം എത്രയായിരിക്കും? ഞാൻ നിങ്ങളൊക്കെ നിസ്കാരം, നമ്മളൊക്കെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവരാണ്. അപൂർവം ഒന്നോ രണ്ടോ ആളുകളൊക്കെ ഉണ്ടാവുള്ളൂ ഇസ്ലാമിനെ പഠിച്ചു മനസ്സിലാക്കിയിട്ട് വന്നിട്ടുണ്ടാവുക. എനിക്ക് തോന്നുന്നത് ആ പഠിച്ചു മനസ്സിലാക്കി വന്ന ആളുകളുടെ അത്ര പോലും ഹൃദയ സാന്നിധ്യം ഈമാനിക കാര്യത്തിൽ ചിലപ്പോൾ അമ്മക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല, അല്ലേ? നിങ്ങൾ ഒന്ന് വളരെ ശ്രദ്ധിച്ചു നോക്കിയേ. ആ ഉമ്മാന്റെ ഈമാനിന്റെ ബലം എത്ര ഉണ്ടാവും? ഞാനിത് പറയുമ്പോഴൊക്കെ നമ്മുടെ ഈമാനുമായിട്ട് ചേർത്ത് വായിക്കണം നിങ്ങൾ. എല്ലാം പറയാൻ നേരമില്ല. നദിയോട് അല്ലാഹു കൽപ്പന കൊടുത്തു, അപകടപ്പെടുത്തരുത്, ആരുടെ പാലും കുടിക്കരുത് എന്ന് ആ കുഞ്ഞിന് നിർദ്ദേശം കൊടുത്ത്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഈ കുട്ടിനെ കിട്ടിയ പാടെ അത് പറയുന്നുണ്ട് ആ ഭാഗത്ത്. ഈ ആസിയ ബീവിക്ക്, ഫറവോന്റെ ഭാര്യക്ക് കണ്ണിന് വല്ലാത്ത കുളിർമ തോന്നിയിട്ട് പറഞ്ഞു, നമുക്ക് ഇവനെ കൊല്ലണ്ട, ഇവൻ നമുക്ക് ഉപകാരപ്പെടും. വളരെ പരുഷമായി ഫറവോൻ പറയുന്നുണ്ട്, നിനക്ക് ഉപകാരപ്പെടും. പറയും, എനിക്കല്ല ഉപകാരപ്പെടുക. ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഭാര്യയുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ കുഞ്ഞിനെ വളർത്തുന്നത്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ നോക്കി, ആരുടെ പാലും കുട്ടി കുടിച്ചില്ലല്ലോ. ഇപ്പൊ നമ്മളാണെങ്കിലും അങ്ങനത്തെ ഒരു സ്റ്റേജിലാണെങ്കിൽ നമ്മളും വേറെ പല ആളുകൾ പാല് തന്നാൽ കുടിക്കൂലേ? പക്ഷെ ആരുടെ പാലും കുടിച്ചില്ല. ആ ഉമ്മയെ എത്തിക്കുകയാണ് പടച്ചോൻ അവിടെ. ഉമ്മനെ കണ്ടോടുകൂടെ ആ ഉമ്മാന്റെ ആ പാലാ കുടിക്കണത്. പക്ഷെ ഉമ്മ അമിതമായ സന്തോഷം അവിടെ കാണിച്ചില്ല. അങ്ങനെ കാണിച്ചാൽ അതിൽ വേറെ ഒരു ദുരുദ്ദേശം വരും. ആ കുഞ്ഞിനെ കൊണ്ടുപോയി, ഞാൻ പറഞ്ഞത്, ആരെ കൊല്ലാനാണോ അയാൾ തീരുമാനിച്ചത് അതിനു വേണ്ടി ഒരുപാട് പേരെ അയാൾ കൊന്നു, അല്ലെ? കൊല്ലേണ്ടിയിരുന്നവനെ അവന്റെ ചെലവിൽ തന്നെ അള്ളാഹു വളർത്തി. ഇതാണ് അള്ളാഹുവിന്റെ തന്ത്രം. ഇന്ന വഅദല്ലാഹി ഹഖ്. സഹോദരങ്ങളെ, ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ പഠിക്കാം. അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവും. അവന്റെ കൂടെ നമ്മളും ഉണ്ടായാൽ മതി. അള്ളാഹ് ഈ രംഗത്ത് രണ്ട് സംഭവങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ച ഒരു വചനമുണ്ട്. ആ വചനത്തിന്റെ രത്ന ചുരുക്കം സൂറത്ത് യൂനുസിലെ 21-ാമത്തെ വചനമാണ്. ആ സൂറത്തിൽ പറയുന്ന ഒറ്റ വാക്കെന്തറിയോ? ഖുൽ അല്ലാഹു അസ്റഉ മക്ര. അള്ളാഹുവാണ് വളരെ വേഗത്തിൽ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നവൻ. ഇതേ അർത്ഥം വരുന്ന സൂറത്തു റഅദിലെ 42-ാമത്തെ വചനമുണ്ട്. ഖദ് മക്കറല്ലദീന മിൻ ഖബ്ലിഹിം ഫലില്ലാഹിൽ മക്റു ജമീഅ. അള്ളാഹുവാണ് ലോകത്തെ ഏറ്റവും വലിയ തന്ത്രം പ്രയോഗിക്കുന്നവൻ. ഫലില്ലാഹിൽ മക്റു ജമീഅ. അല്ലാഹു അസ്റഉ മക്ര ഫലില്ലാഹിൽ മക്റു ജമീഅ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഇത് ഉൾക്കൊള്ളുക. ഏതാ ഉൾക്കൊള്ളേണ്ടത്? നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. ലോകത്ത് പലതൊക്കെ നമ്മൾ കാണും, പലരൊക്കെ നമ്മളെ എതിർക്കും. പക്ഷെ മുഅ്മിൻ വിറക്കേണ്ടവനല്ല. നമ്മുടെ കൽബിന്റെ അടിയിൽ അല്ലാ എന്ന് പറയുന്നൊരു വികാരം ഉണ്ടാവണം. ഞാൻ ഈ ഒരു മെസ്സേജാണ് എല്ലാ അമ്പിയാക്കന്മാരുടെ ചരിത്രത്തിൽ നമുക്ക് കിട്ടാൻ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചല്ലോ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. എന്താണ്? അല്ലാഹ് കൂടെ ഉണ്ട്. ഈ ഉറപ്പോട് കൂടിയായിരിക്കണം ഇൻഷാ അല്ലാഹ് നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് കണ്ടിറങ്ങണത്. നമ്മൾ ഇടത് കാല് വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചിറങ്ങുന്നത്. ഇനി ഒരിക്കലും ഈ ലോകത്തുനിന്ന് പിരിയോളം ഏത് പോകരുത്, ഇന്റെ റബ്ബിന്റെ കൈവെടിയില്ല. ഏത് സന്ദർഭങ്ങളിലും എന്ത് വേണം? ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്താന്ന് ചോദിച്ചാൽ ഒറ്റ സംഗതി, പടച്ചോണ്ട്. അതിന്റെ ഒരു ചരിത്രം കൂടി പറഞ്ഞു കേട്ടോ. ഇപ്പോ മൂസാ അലൈഹിസ്സലാം കടലിൽ ഇവര് നാട് വിട്ടു പോവുകയാണല്ലോ. നാട് വിട്ടു പോകുന്ന സമയത്ത് ആ കടലിന്റെ മുമ്പിലെത്തി. ആളുകൾ അസ്വസ്ഥത പറഞ്ഞല്ലോ, നമ്മളെ പിടിക്കപ്പെട്ടല്ലോ, ഇന്നാല മുതറക്കൂൻ. ഞാൻ ആയത്തോടെ നേരമില്ല. അവര് പറഞ്ഞു, മൂസാ അലൈഹിസ്സലാം പറഞ്ഞത്, നിങ്ങളുടെ വരെയും ഞാനല്ലേ നിങ്ങളുടെ പിന്നാലെ. അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഞാനല്ലേ നിങ്ങളുടെ പിന്നാലെ എന്നല്ല പറഞ്ഞത്. മറിച്ച് എന്താ പറഞ്ഞത്? കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. അല്ലല്ലേ, അല്ലാഹു നമുക്ക് വഴി കാണിക്കൂലേ എന്ന്. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തളരാതെ തകരാതെ
നമുക്ക് പിടിച്ചിക്കാൻ കഴിയണം. നമ്മളീ അള്ളാഹു ആ ഘട്ടം തന്ന് പരീക്ഷിക്കും. അന്റെ ഈമാൻ ഉറപ്പാണോ എന്ന് പരീക്ഷിക്കാൻ. എത്ര തളർന്നാലും ഇന്ന മഅൽ ഉസ്രി യുസ്ര, അല്ലെ? ഇന്ന മഅൽ ഉസ്രി യുസ്ര 2 വട്ട വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഉസ്ര്, പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ഒരാൾക്ക് പ്രയാസത്തിന് ശേഷം കിട്ടേണ്ടുന്ന ഒരു ആശ്വാസമുണ്ട്, അത് അനുഭവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് അള്ളാഹുവിൽ ഏൽപ്പിച്ചാൽ പിന്നീട് കിട്ടുന്നൊരു സുഖമുണ്ട്, ആ സുഖം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു തന്ന നിഅമത്തുകളെ ദുരുപയോഗം ചെയ്താൽ അള്ളാഹു നമ്മെയും പിടികൂടും, നമ്മെ അള്ളാഹു ഒരു പാഠമാക്കും. ഒന്ന് ശ്രദ്ധിക്കേ, രാജസിംഹാസനത്തിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ടെന്നാണ് തിരമാലയിലിട്ട് ഫറവോനെ അള്ളാഹു കൊന്നത്, അല്ലെ? എവിടുന്നാ കൊണ്ടുവരണത്? 2 രംഗമുണ്ട്. ഈ ചെങ്കടലിലൂടെ ഇങ്ങനെ 2 ഈ ചിറ കെട്ടിയിട്ട് വെള്ളങ്ങനെ നിൽക്കാണ്. ആ വഴിയിലൂടെ മുസ്ലിമീങ്ങൾ നടന്നു പോകുമ്പോ ഒരു ഏതെങ്കിലുമൊക്കെ ഏറ്റവും നല്ല, നമ്മളൊരു വലിയൊരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സ്ഥലത്തൂടെ നടന്നു പോകുന്നൊരു ഫീലാണ് ആർക്ക് കിട്ടിയത്? ഒരു പാലസിലൂടെ നടക്കുന്ന ഫീലാണ് മുഅ്മിനീങ്ങൾ കിട്ടിയത്. ഇവരെ അപ്പുറത്തെത്തിയിട്ട് ഇപ്പുറത്ത് സെൻട്രലെത്തുന്ന ഇയാളെയാണ് വെള്ളം കൊണ്ട് അള്ളാഹു തകർത്തത്. ഒരേ സ്ഥലത്ത് ഒരാൾക്ക് അനുഗ്രഹവും മറ്റൊരു വിഭാഗത്തിന് നിഗ്രഹവും അള്ളാഹു മാറ്റി. അതുകൊണ്ട് അള്ളാഹുവിന്റെ കാവൽ നമുക്ക് കിട്ടാൻ ഒറ്റ വാക്കിൽ സഹോദരങ്ങളെ, ഇസ്രായേലിയത്ത് നമ്മളിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതാണ് നമുക്ക് പഠിക്കേണ്ട പാഠം. ഏതാ ഇസ്രായേലിയത്ത്? എല്ലാ നമസ്കാരങ്ങളിലും ഫാത്തിഹ സൂറത്ത് ഓതുമ്പോ നമ്മൾ പറയില്ലേ, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. പിന്നെന്താ പറയണേ? നല്ല സിറാത്ത് മുസ്തഖീം ചോദിച്ച് 2 വഴിയിൽ എത്തിക്കരുത് റബ്ബേ. ഏതാണത്? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ. ഇതൊരു വംശീയ വിശദീകരണമല്ല. ഇത് ജൂതരാണ്, ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നുണ്ട്. വംശീയമല്ല പറയുന്നത്, മറിച്ച് ആ വിഭാഗീയത പറയുന്നതിന്റെ അപ്പുറം അവരിൽ കണ്ട ദുർഗുണങ്ങൾ നമ്മളിലുണ്ടോ, നമ്മളെയും അല്ലാഹു പാഠമാക്കും. ഞാൻ വേഗത്തിൽ 1 മിനിറ്റ് കൊണ്ട് എന്താണ് അവരിൽ കണ്ടിരുന്ന പാഠങ്ങൾ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. അവരിൽ കണ്ട നന്ദികേടുകൾ എന്താ? 1, അവർ നമസ്കാരത്തെ കളിയാക്കിയെന്നാണ്, നിസ്സാരമായി കണ്ടു. ഇതാനാദൈത്തും ഇല സ്വലാത്തി, അവരെ നമസ്കാരത്തിലേക്ക് വിളിക്കുമ്പോ എന്ത് ചെയ്യുന്നറിയോ? ഇത്തഹദൂഹാ ഹുസ്വ വലഇബ, കളിയും തമാശയുമായിട്ടാണ് അവർ നിസ്കാരത്തെ കണ്ടതെന്ന്. എന്താ നിസ്കരിക്കാൻ വിളിക്കുമ്പോ കളിയും തമാശ എന്ന് പറഞ്ഞ? അസ്വലാത്തു ഹൈറും മിനന്നൗന്ന് കേട്ടാ പിന്നെയും കിടക്കണേനല്ലേ നമ്മൾ തമാശ എന്ന് പറയാ? ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോ ഇങ്ങോട്ട് നോക്കിയിട്ട് അങ്ങോട്ട് പോയവരാണ് നമ്മളെങ്കിൽ, അള്ളാഹുവിന്റെ കലാമുകളെ പരസ്യമായി നിന്ദിച്ചവരാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ, ഇസ്രായേലിയത്തിന്റെ 1-ാം പൊളി നമ്മൾ തുറന്നു എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ദീനിനെ അറിഞ്ഞിട്ട് നിരന്തരമായി താന്തോന്നികളായി മാറുക. 2-ാമത്തതാണത്. ഇത് ബയാൻ ചെയ്യാൻ സമയമല്ല, നിങ്ങൾ ഒഴിഞ്ഞിരുന്നെന്നറിയോ, ഈ പറയുന്ന പോയിന്റുകളൊക്കെ നിങ്ങൾ ആലോചിക്കണം. അടുത്തത്, ഇവരിൽ വ്യാപകമായി വന്ന മറ്റൊരു ദുർഗുണമാണ് പലിശ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഇന്നത് നമ്മുടെ ജീവിതത്തിൽ, പുറത്തല്ല ഞാൻ പറയണത്, നമുക്ക് പലിശയായിട്ട് ബന്ധപ്പെടാത്തൊരു വ്യവസ്ഥിതിയിലുള്ള നാട്ടിലും സാഹചര്യത്തിലുമാണ് നമ്മളുള്ളത്. ശരിയാണ്. പക്ഷേ പലിശയുടെ അംശം ഏതൊക്കെ രൂപത്തിൽ വന്നാലും എന്റെ മുതലുമായി അത് കലർന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. ഞാനത് ഉപയോഗിച്ച് എൻ്റെ കുട്ടികൾക്കോ എനിക്കോ ഞാൻ അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയണം. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. ചൂതാട്ടം, ലോട്ടറി അന്നത്തെ കാലത്ത് വ്യാപകമായിരുന്നു എന്ന്. ഇന്ന് ഒരു പണിയില്ലാത്തവന് നമ്മളെ മഹല്ല് കമ്മിറ്റിന്ന് വരെ പലരും കൊടുക്കണം. എന്തറിയോ? നിങ്ങൾ ലോട്ടറി കച്ചവടം നടത്തിക്കോളി. ലോട്ടറി നടത്തുന്നവനോട് നമ്മൾ പറയാണ് ഈ പണി വേണ്ടാട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു, ഓന്റെ എല്ലാ സമാധാനവും നമ്മളെ ഈ പറയാത്തതൊന്നും ഉണ്ടാകാത്തൊരവസ്ഥയിലാണ്. ഇതൊരു തെറ്റുപോലും അല്ല
എന്ന് തോന്നിയിടത്താണ് നമ്മുടെ സാഹചര്യം ഇപ്പോഴുള്ളത്. ഞാൻ നീട്ടല്ല സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ പലരുടെയും പോക്കറ്റ് ഇങ്ങനെ നോക്കിയാൽ ഇത് ഉണ്ടോന്നുള്ളതാ. ഇത് വെച്ചിട്ടാണ് നമ്മൾ അള്ളഹാനോട് ദുആ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പ് തരണു ആ ഉയർത്തിയ കയ്യ് അള്ളാഹ് സ്വീകരിക്കൂല കേട്ടോ എന്നുള്ളത്. അതുകൊണ്ട് നയാ പൈസ കൊടുത്തിട്ട് അത് വാങ്ങുകയോ അങ്ങനത്തെ ഒരു മുതൽ വേണ്ട എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം. അടുത്തത്, സ്ത്രീകളുടെ അനിയന്ത്രിതമായ അഴിഞ്ഞാട്ടം, വ്യഭിചാരം വർദ്ധിച്ചു തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ വിഭാഗങ്ങൾക്ക്, ഞാൻ നേരത്തെ എണ്ണിയ 2 വിഭാഗങ്ങൾക്ക് ഇന്നും അന്നും പ്രശ്നമല്ല. നമ്മളും അറിഞ്ഞും അറിയാതെയും അതുമായി ഇഴുകിച്ചേർന്ന് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ലോകത്തുള്ളത്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അസൂയ, അഹങ്കാരം, പക, പരസ്പര ബന്ധങ്ങൾ വിച്ഛേദിക്കൽ, കൊലപാതകങ്ങൾ, ഇങ്ങനെ എണ്ണി നോക്കിയാൽ ദീനിന് ഇഷ്ടപ്പെടാത്ത ഒരുപാട് തിന്മകൾ ഇസ്രായേലിയത്തിൽ നമുക്ക് കാണാം. അള്ളാഹുവോട് നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. എന്നിട്ട് ഈ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ കൂടെ ഈ നിമിഷം നമ്മൾ ആലോചിക്കേണ്ടത്, ഇന്റെ റബ്ബ് ഇന്റെ കൂടെ ഉണ്ട്, അവൻ എന്നെ കൈവടിയില്ല. പ്രതിസന്ധികൾ മുന്നിൽ ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാം, അള്ളാഹ് നമുക്ക് അവിടുന്ന് അങ്ങനെ നമ്മളെ രക്ഷിക്കും. ജീവിതത്തിൽ വരുന്നതെല്ലാം നന്മക്ക് വേണ്ടിയാണ് എന്ന തിരിച്ചറിവോടുകൂടെ മുഹറത്തിന്റെ തുടക്കത്തിൽ നമ്മൾ നീങ്ങുക, പ്രാർത്ഥിക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ചരിത്രങ്ങളിൽ നിന്ന് ശരിയായ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള തൗഫീഖ് തന്ന് നമ്മെ ഓരോരുത്തരെയും അവൻ തുണക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിന വഹബീബിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, മുസ്ലിമീങ്ങളായ നമ്മളുടെ ജീവിതം അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് അത്ഭുതങ്ങൾ തന്ന് നമ്മളെ സഹായിക്കും. ഇതാണ് യഖീനായി നമുക്ക് വരേണ്ടത്. നമ്മൾ ഈ നിൽക്കുന്ന ഈ സമയത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. മുഹറമിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അത് സത്യത്തിന്റെ വിജയമാണ്, വിശ്വാസികളുടെ വിജയമാണ്. അവിശ്വാസികളുടെ പരാജയമാണ്, അസത്യത്തിന്റെ പരാജയമാണ്. അസത്യം ഈ ലോകത്ത് എത്ര വലിയതാണെങ്കിലും ശരി, വാക്കുകൾ നിങ്ങൾ അങ്ങോട്ട് കൂട്ടി വിശാലപ്പെടുത്തുക. അസത്യം എത്ര വലിയതാണെങ്കിലും, അസത്യത്തിന്റെ വക്താക്കൾ പർവ്വതങ്ങളോളം വലുതായിട്ടുണ്ടെങ്കിലും അതിന് നിലനിൽപ്പില്ല എന്നതാണ് മുഹറം 10 മുഹറം 9 നമ്മളെ പഠിപ്പിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ദിവസത്തില് അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നോമ്പെടുക്കാൻ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. അത് മുമ്പേയുള്ള ചര്യകളിൽ പെട്ടതാണ് എന്നും പഠിപ്പിച്ചിട്ടുണ്ട്. റമളാൻ മാസം ഫർള് നോമ്പ് വരുന്നതിന് മുമ്പ് ഫർളാക്കപ്പെട്ട നോമ്പുകളായി ദീന് കണ്ടിരുന്നത് അതിനെയായിരുന്നു. റമളാൻ മാസത്തിലെ നോമ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഏറ്റവും പ്രബലമായ സുന്നത്തായ നോമ്പ് ആക്കി മുഹറമിലെ 9 10 നോമ്പാണ്. ആ നോമ്പിനെ കുറിച്ച് സഹോദരങ്ങൾ പ്രത്യേകം ശ്രദ്ധ വേണം. കഴിഞ്ഞ ഒരു കൊല്ലത്തെ പാപങ്ങൾ ഈ ഒരു നോമ്പ് കൊണ്ട് അല്ലാഹു പുറത്തു തരുന്നതാണ്. ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. എങ്ങനെ ശ്രദ്ധിച്ചാലും എത്ര പറഞ്ഞാലും ഓരോ നിമിഷവും ചിലപ്പോൾ ഓരോ തെറ്റുകളൊക്കെ വരാൻ സാധ്യതകളുണ്ട്, അല്ലെ? ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കണക്കൂട്ടി നോക്കിയാൽ മതി. അത്തരത്തിലൊരു കൊല്ലത്തെ തെറ്റുകുറ്റങ്ങൾ ഒരു നോമ്പ് കൊണ്ട് പുറത്തു കിട്ടുമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആ രംഗത്ത്, ആ സ്ഥാനത്ത് ഉണ്ടാവണം. അതിൽ വീഴ്ച വരുത്തരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ നന്മകളുടെ കാര്യത്തിൽ സജീവമായി നിൽക്കുകയും മനസ്സിൽ അല്ലാ എന്ന ബോധം നിറച്ചു വെച്ചുകൊണ്ട് ഒരു ഭയമില്ലാത്ത ഒരു സന്തോഷവാനായി എപ്പോഴും നമുക്കൊന്ന് മുന്നോട്ട് പോകാൻ കഴിയണം. അത് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരത്തിലുള്ള സന്തോഷവാന്മാരായ മുഅ്മിനീങ്ങളിൽ നമ്മെയും നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ, മാതാപിതാക്കൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, അതോടൊപ്പം 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന നമ്മുടെ 2-3 സഹോദരങ്ങളുടെ കാര്യങ്ങൾ പറയണമെന്ന് പ്രത്യേകം ഉണർത്തിയിരുന്നു. നമ്മളൊക്കെ നാട്ടിൽ നിന്ന് കേൾക്കുന്നത് ഒരേ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ മനസ്സിൽ പലപ്പോഴും തോന്നിപ്പോകുന്ന വാർത്തകളാണ്. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്
അവരുടെ രോഗികളായ എല്ലാ സഹോദരങ്ങളുടെയും രോഗങ്ങൾക്ക് ശിഫ നൽകി ആഫിയത്തുള്ള, ആരോഗ്യമുള്ള, സന്തോഷമുള്ള ജീവിതം സാഹചര്യം കൊടുത്ത് അനുഗ്രഹിക്കുകയും അവരെ തുണക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കള്, നമ്മളെ ഏറ്റവും അടുത്ത ബന്ധുക്കള്, കുറെ ആൾ ഇക്കഴിഞ്ഞ ദിവസം തന്നെ മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരന്റെ മാതാവ്, അങ്ങനെ ഒരുപാട് പേര്, അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി സ്വർഗീയ ആനന്ദം നൽകി ഖബർ വിശാലമാക്കി സന്തോഷകരമായ സാഹചര്യം അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു തരികയും അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. ഈ ലോകം വിട്ടു പിരിയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പടച്ചവൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് തന്ന് തുണക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാളിയൽ ഹജാത് ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وسلام على المرسلين والحمد لله رب العالمين.